ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു DIY സ്റ്റാമ്പ് ബുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ അറിയാലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണോട് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാമ്പ് ബുക്ക് എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിച്ച് തരാം. കാരണം ഞാൻ എൻ്റെ തലയിൽ ഉദ്ദേശിച്ചതായിരിക്കില്ല മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വുഡൻ സ്റ്റാമ്പ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സാമ്പിൾസ്, അതായത് സ്റ്റാമ്പ് ചെയ്തിട്ട് സാമ്പിൾസിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടെ ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാനിത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 10 പെൻപാൽ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാനുണ്ട്, റിപ്ലൈ ലെറ്റേഴ്സ്. ഓ മൈ ഗോഡ്, കുറേ ആയി ലെറ്റേഴ്സൊക്കെ കിട്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും അതിന് റിപ്ലൈ ലെറ്റർ സെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഒന്നാമത് കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിട്ട് അങ്ങോട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പെൻപാൽ ലെറ്റേഴ്സും നമ്മൾ എക്സ്ട്രാ സൈഡ് ചെയ്യുമ്പോൾ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ളത് വേണമല്ലോ. കാരണം എല്ലാം ഒരു ടൈം പീരീഡിലാണ് ഞാൻ സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാമ്പ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് വെല്ലം പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം വെല്ലം പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര സൈസിലാണ് ആ ബുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. ഇതിങ്ങനെ ഒരു ബുക്കായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ജേർണലിങ്ങോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഡിസൈൻസും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബുക്കാണല്ലോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേജസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് കവർ പേജ് ആയിട്ട് ഇതുപോലത്തെ ഒരു ടെക്സ്റ്റൈൽ പേപ്പർ യൂസ് ചെയ്തിട്ട് അതിനുള്ള കവറും ആരോ സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമൽ ഞാൻ ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് 2 സൈഡിലും സ്റ്റാപ്ലർ പിന്നെ അടിച്ചു കൊടുക്കാം. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ. ആദ്യം ഞാൻ ത്രെഡ് യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി അതിനുള്ള ടൈം എൻ്റെ കയ്യിലില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ടാണ് ടൈം കയ്യിലില്ലാത്തതെന്നുള്ളത്. ഞാനൊരു ദിവസം കുത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ചായിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് എനിക്ക് സമയം ഒന്നിനും ഇങ്ങനെ തികയാത്ത പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കും എങ്ങനെ സമയം നമുക്ക് ഒരുപാട് ഉണ്ടാക്കാന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ ഓരോരുത്തർ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയം, നമുക്ക് സമയമുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ തോന്നുന്നത് അതായത് ഞാൻ കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റും ഒക്കെ ഇങ്ങനെ കറക്റ്റായി എഴുതിയിട്ട് ഒരു പ്ലാൻ അനുസരിച്ച് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ തോന്നുന്നത് ക്ലോക്കിലെ സൂചി പെട്ടെന്ന് ഇങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് സമയമില്ലാത്ത പോലെ തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് കുനിഞ്ഞെണീറ്റ് സമയം നോക്കുകയാണെങ്കിൽ 7 മണിയുള്ളത് ചിലപ്പോൾ 8:30 ആയിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് സമയം പോവുക. നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ ടൈമില്ലാത്ത പോലെ ഇങ്ങനെ തോന്നും. ഭയങ്കര അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ബുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പോൾ ഇതുപോലെ 2 വിൻറ്റേജ് പേപ്പേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടാണോ ചെയ്യുന്നത്. കാരണം കുഞ്ഞു ബുക്കല്ലേ, അപ്പോൾ അതിൽ നമ്മൾ ഓവറായിട്ട് ഒരുപാട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതുപോലത്തെ ഒരു വിൻറ്റേജ് ഗേളിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റാമ്പ് ബുക്കാണല്ലോ, അപ്പോൾ അതുപോലെ സ്റ്റാമ്പ്സ് എന്നുള്ളതും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഇതുപോലത്തെ ഒരു ഡയറിയുടെ സൈഡ് പോർഷൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ഒരു വൈറ്റ് പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെയാണ് നമ്മൾ സ്റ്റാമ്പ്സ് എന്നുള്ളത് ഒട്ടിക്കുന്നത്. ഇനി ആൾക്കിത് കാണുമ്പോൾ മനസ്സിലാവില്ലേ എന്നാവോ. അതായത് ഞാനൊരു പെൻപാൽ ഫ്രണ്ടിന് സെൻഡ് ചെയ്യാനെന്ന് പറഞ്ഞില്ല. ഇനി ആളിത് കാണുമ്പോൾ ഇത് എന്താണെന്ന് വിചാരിക്കുമോന്നാവോ. എന്തായാലും ഈ വീഡിയോയുടെ ലിങ്ക് വിട്ടു കൊടുക്കുക, അപ്പോൾ ആൾ കാണുമ്പോൾ മനസ്സിലായിരിക്കോളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 സർക്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റാമ്പ്സ് എന്നുള്ളത് ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഇതിൽ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് വിചാരിച്ചത്. ഡയറക്റ്റായിട്ട് അതിൽ എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അതിനേക്കാളും ഭംഗി ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാനൊരു സർക്കിൾ ഷേപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റാമ്പ്സ് എന്നുള്ളത് ഒട്ടിച്ചത് അതിൻ്റെ മുകളിലൂടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വന്ന് ഒന്നുകൂടെ പറിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബുക്ക് വരുന്നത്. ഇനി ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. നമ്മൾ വുഡൻ സ്റ്റാമ്പ്സ് എടുത്തിട്ട് ഇതിലിങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക. ഓരോ പേജിലും ഓരോ ഡിസൈൻസ് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആൾക്ക് ഇങ്ങനെ ജേർണലിങ് ചെയ്യുമ്പോഴോ സ്ക്രാപ്പ് ബുക്കിങ് ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഡിസൈൻസ് ഒട്ടിക്കാലോ ഓരോന്ന് ചെയ്യുമ്പോഴും. ഞാനിങ്ങനെ ഓരോന്ന്, അതായത് ഈ വെല്ലം പേപ്പറിൽ ഓരോന്ന് വരച്ചിട്ടൊക്കെ ഇങ്ങനെ ജേർണൽസിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡിസൈൻസ് ഇതിൽ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ വുഡൻ സ്റ്റാമ്പ്സ് ലിങ്ക് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല കേട്ടോ. ചിലത് ഞാൻ വാങ്ങിച്ചതുണ്ട്, ചിലത് യുവർ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്, ചിലത് പേപ്പർ വേൾഡ് എന്ന് പറഞ്ഞ പേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്, ചിലത് ഞാൻ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്. 1, 2, 3 ഒക്കെ തോന്നുന്നു ഞാൻ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഇതുപോലെ ഇങ്കിൽ മുക്കിയിട്ടും ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ പേജിൽ ചെയ്യുന്നത് നമ്മൾ ഓരോ പേപ്പറിൻ്റെയും ഒരു സൈഡിൽ മാത്രം കേട്ടോ സ്റ്റാമ്പ് ചെയ്യുന്നത്. കാരണം 2 സൈഡിലും സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ അറിയാലോ, ആ 2 സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മനസ്സിലായല്ലോ ആ ഒരു ഇത്. അപ്പോൾ ഇതുപോലെയാണല്ലോ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം വിൻറ്റേജ് തീമിലാണ് ചെയ്യുന്നത്. ഈ കുട്ടിക്കുള്ള പെൻപാൽ ഞാനൊരു വിൻറ്റേജ് തീമിലൊന്നല്ല കേട്ടോ ചെയ്യുന്നത്, എസ്തെറ്റിക് തീമിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റാമ്പ് ബുക്ക് അതിൽ ആഡ് ചെയ്യാൻ എനിക്ക് തോന്നി. പിന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇങ്ക് പാഡിൻ്റെ കളേഴ്സ് ഇല്ല. അതായത് ഗ്രീനേ ഉള്ളൂ. ഗ്രീനിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും അതൊരു ഭംഗി കിട്ടുന്നില്ലായിരുന്നു. അതിനേക്കാളും ഒന്നുകൂടെ ഭംഗിയുള്ളത് ബ്ലാക്കിൽ ചെയ്യുമ്പോൾ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ ഡിസൈൻസ് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലതൊന്നും കാണിക്കുന്നില്ല, ചിലതൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എല്ലാതും സെയിം പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ എല്ലാതും കൂടെ കാണിച്ച് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞാൻ വിചാരിച്ചിരുന്നു ആ പെൻപാലിൻ്റെ അതായത് ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് അതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ ഇത്രയും ലോങ് വീഡിയോ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ലോങ് ആയിട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇതുപോലെ വേറെ ആർക്കെങ്കിലും ഇൻസ്പയർ ആയിട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കാമല്ലോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ സ്റ്റാമ്പ്സ്. ഇത് ഒരു ടാഗിൻ്റെ സ്റ്റാമ്പായിരുന്നു. അതെനിക്ക് പേപ്പർ വേൾഡ് എന്ന് പറഞ്ഞൊരു പേജ് സെൻഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് വലുതായതുകൊണ്ട് ഒറ്റൊന്നായിട്ട് ആ ഒരു പേജിൽ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ലീഫിൻ്റെ ഡിസൈനും അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട്. എൻ്റെ വുഡൻ സ്റ്റാമ്പിൻ്റെ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ വുഡൻ സ്റ്റാമ്പ്സാണ് എൻ്റെ കയ്യിലുള്ളത് എന്നൊരു ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ കയ്യിലുള്ള ജേർണലിംഗ് സപ്ലൈസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ. പിന്നെ ആ വീഡിയോ കാണുന്നവർ കുറേ പേര് ഞാനാണ് അതിലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനല്ല കേട്ടോ, എൻ്റെ അനിയത്തിയാണ്. എനിക്ക് ക്യാമറ ഷൈ ആയതുകൊണ്ട് ഞാൻ എൻ്റെ അനിയത്തിനെ പിടിച്ചിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഇരുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡബ്ബിങ്ങിലൊക്കെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് കൂടി ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഗൈസ്. മനുഷ്യന്മാരല്ലേ, തെറ്റൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഓരോ പേജിലും സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കുറച്ച് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. അതൊന്ന് ഉണങ്ങിയിട്ട് വേണമായിരുന്നു പേജസ് ഇങ്ങനെ മറിക്കാൻ. ഞാൻ ചില പേജസ് മറിച്ചപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് ഞാൻ ആദ്യം ഓർത്തില്ല. ഞാനിങ്ങനെ അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ മറിച്ചിട്ട് പോയി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അതൊരു പേജിൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മുടെ സ്റ്റാമ്പ് ബുക്ക് വരുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൽ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പേജസിലും ഇങ്ങനെ ഓരോ ഡിസൈൻസ് സ്റ്റാമ്പ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ അവർക്ക് കട്ട് ചെയ്തിട്ട് അതിൽ എടുത്തിട്ട് ഓരോന്നും യൂസ് ചെയ്യാം. ഇതിങ്ങനെ വെള്ളം പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ബ്രൗൺ പേപ്പറോ ബ്ലാക്ക് പേപ്പറോ ഏത് പേപ്പേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഇത് യൂസ് ചെയ്തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.